ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോകണം, 2000 രൂപയോളം ടിക്കറ്റ് ഫെയർ വരും വണ്ടിക്ക്, AC വണ്ടിക്കൊക്കെ. അത് ഫ്രീ ആക്കി കൊടുത്താൽ ആര് കൊടുക്കുന്നവിടെ? കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് KSRTC ബസ് യാത്ര സൗജന്യമാക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തെ പരിഹസിച്ച് മന്ത്രി B ഗണേഷ് കുമാർ, കാറുള്ള ഒരു സ്ത്രീ വാഹനം വീട്ടിലിട്ട് KSRTC ബസ്സിൽ സൗജന്യമായി സഞ്ചരിച്ചാൽ എന്താകും അവസ്ഥയെന്നും ബംഗളൂരടക്കം ദീർഘദൂര സർവീസുകൾക്ക് 2000 രൂപയോളം ടിക്കറ്റ് ചാർജ് വരുമെന്നും ഇത് സൗജന്യമായി നൽകണമോ എന്നും KSRTC ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വരികയാണെന്നും വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന രീതിയാണിതെന്നും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നടപ്പാക്കാൻ കഴിയുന്നതും അന്തസ്സുള്ള പ്രഖ്യാപനങ്ങളും നടത്തണമെന്ന് ഗണേഷ് കുമാർ. നല്ല കാറുള്ള ഒരു സ്ത്രീ ഇവർ പറയുന്ന ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചാൽ എന്താണ് അടയാളം? നല്ല കാർ, സ്വന്തമായി കാറുള്ള ഒരു സ്ത്രീ നാളെ ബസ്സിൽ കയറി എറണാകുളത്തേക്ക് പോകുന്നു, ഫ്രീ ആണോ? അതെന്ത് പാവപ്പെട്ടവരോടുള്ള സമീപനമാണത്? അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ പറയും, ജനങ്ങൾ പറയട്ടെ. നല്ല കാറുണ്ട്, എൻ്റെ വീട്ടിൽ ബെൻസ് കാർ കിടപ്പുണ്ട്, എൻ്റെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഇതിൽ കയറി ഫ്രീ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ എന്താ? പല റേറ്റില്ലേ? ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോകണം, 2000 രൂപയോളം ടിക്കറ്റ് ഫെയർ വരും വണ്ടിക്ക്, AC വണ്ടിക്കൊക്കെ. അത് ഫ്രീ ആക്കി കൊടുത്താൽ ആര് കൊടുക്കുന്നവിടെ? കർണാടകത്തിൽ നശിപ്പിച്ചു. അത് ഇവിടെ ഇനി ഇത് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസമായിട്ട് ഇത് ഒരുവിധം പച്ച പിടിച്ച് വരുന്നു. നമുക്കെല്ലാവർക്കും, മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും സംതൃപ്തിയും സന്തോഷവും നൽകുന്നൊരു വാർത്തയാണ് KSRTC ഉയർച്ച. അത് കഠിനാധ്വാനമാണ്. ആ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വളരെ, നമ്മൾ കൊടുക്കുന്ന എന്ത് നിർദ്ദേശവും അവർ ശക്തമായി നടപ്പിലാക്കുന്ന അവരെ കഠിനാധ്വാനമാണ്, അവരെ നല്ല പെരുമാറ്റമാണ്. കഷ്ടപ്പെട്ട് അവരത് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുമ്പം ഈ നമ്മളെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ പണ്ട് പറയാറുണ്ട്, ഈ വഴി കിടക്കുന്ന തേങ്ങ എടുത്തിട്ട് ഗണപതിക്ക് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണ്ടേന്ന് പറയരുത്. നാട്ടുകാരെ കരം കൊടുക്കുന്ന കാശാണ്, അതെടുത്ത് അടിക്കരുത്. കാരണം നമ്മൾ കാശ് കൊടുത്തൊരു തേങ്ങ വാങ്ങിച്ച് മഹാഗണപതിക്ക് അടിച്ചാൽ മോക്ഷം കിട്ടും. അല്ലാതെ ദൈവത്തിനുള്ള വഴിപാട് പോലും കണ്ടവൻ്റെ പോക്കറ്റ് അടിച്ചേച്ച് ഇടാം എന്ന് തീരുമാനിക്കുന്നത് ഒരു മര്യാദയില്ലാത്ത കാര്യമാണ്. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നടപ്പാക്കാൻ പറ്റുന്നതും അന്തസ്സുള്ളതുമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.